സ്പോട്ട് ലൈവ് തുടരുന്നു. ഷാർജയിൽ കൊല്ലം സ്വദേശിനി വിഭജിക മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്തൃ വീട്ടുകാരെ പ്രതി ചേർത്ത് പോലീസ്. വിഭജികയുടെ ഭർത്താവ്, ഭർത്തൃ സഹോദരി, ഭർത്തൃപിതാവ് എന്നിവരെ പ്രതി ചേർത്താണ് കുണ്ട്ര പോലീസ് കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡനവും ചുമത്തിയാണ് കേസ്. വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്റെ മോളെ ഈ മാതിരിയാക്കി അവര് ഒരു കാരണവശാലും വെറുതെ വിടരുത്. എന്റെ നാട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ തക്കതായ ശിക്ഷ കൊടുക്കണേ. അതല്ലാതെ പറ്റത്തില്ല. എന്റെ മോക്ക് ശാന്തി കിട്ടണം. കാര്യം നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് നോക്ക്. ആ കുഞ്ഞിനെ ബാത്റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. അവിടുത്തെ ബാത്റൂം ഏതാന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പൂട്ടിയിട്ടിട്ട് അവള് ദയനീയമായിട്ട് തുറന്നു വിടെന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് അതൊക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത്. പറ്റത്തില്ല. അവന്റെ പീഡനം, അവന്റെ പെങ്ങളെ പീഡനം, അവന്റെ അച്ഛന്റെ പീഡനം, ഇതെല്ലാം കൂടെ സഹിച്ചു. ഒരു വാക്ക് എന്റെ മോൾ എപ്പോഴെങ്കിലും ഞങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ എന്റെ മോക്ക് ഈ ഗതിയിൽ വരത്തില്ലായിരുന്നു. ഇതെല്ലാം മറച്ചു വെച്ച് അമ്മ വിഷമിക്കും, അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ എന്ന് പറഞ്ഞ് ഇത്രയും പീഡനങ്ങൾ സഹിച്ചിട്ട് എല്ലാരെയും കണക്ക് ഞാൻ ഫേസ്ബുക്ക് വഴി അവനെ അറിഞ്ഞത് കേട്ടോ. അതിന്റെ ആവശ്യം അതിന് എന്തായിരുന്നു? അവനെ സ്നേഹിച്ചു പോയ കുറ്റമല്ലേ എന്റെ മോള് ചെയ്തത്. എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടു കൊതി തീർന്നില്ല. എന്റെ മോളിനി വരത്തില്ലെന്ന് ഞാൻ പൊരുത്തപ്പെടാനും എനിക്ക് ഒക്കുന്നില്ല. അവളൊരു പഞ്ചമാവായിരുന്നു. അവളെ ഭർത്താവിനെ കുഞ്ഞിനെ സ്നേഹിച്ച കുറ്റമാ മോനെ ഇന്ന് എന്റെ മോൾ ഈ ഭൂമിയിൽ ഇല്ലാതെ പോയത്. വിടരുത്. എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് കണ്ണീരില്ല. വിഭജിക നേരിട്ട പീഡനങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും ആത്മഹത്യാക്കുറിപ്പും അമ്മ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇവർ പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, അമ്മ മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പൊട്ടിക്കരയുകയാണ്. അത്രയധികം ക്രൂരമായ പീഡനങ്ങൾ ഷാർജയിലെ വീട്ടിൽ വെച്ച് വിഭജികയ്ക്കുണ്ടായി, വിഭജിക നേരിടേണ്ടി വന്നു എന്നാണ് ഈ അമ്മ പറയുന്നത്. ഷാർജയിൽ വെച്ചാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കുണ്ട്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഷാർജ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? ആത്മഹത്യാ പ്രേരണ കുറ്റവും സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. ഒന്നാം പ്രതി നിതീഷ് മോഹൻ, രണ്ടാം പ്രതി ഇയാളുടെ സഹോദരി നീതു ബെൻസി, മൂന്നാം പ്രതി ഇവരുടെ അച്ഛൻ മോഹൻ, ഇങ്ങനെ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 പേരും ഷാർജയിലാണ് നിലവിൽ ഉള്ളത്. നാട്ടിലെത്തിയാൽ മാത്രമേ അറസ്റ്റ് നടക്കുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചെന്നാണ് എഫ്ഐആറിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നത്. വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് കുണ്ട്ര പോലീസ് കേസെടുത്തത്. ഇത് നമുക്ക് അറിയാൻ കഴിയുന്നത് നാട്ടിൽ വെച്ച് ഭർത്തൃവീട്ടിലും ഈ വിഭജികയ്ക്ക് ക്രൂരമായിട്ടുള്ള പീഡനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതിന്റെ ചില തെളിവുകൾ അമ്മയ്ക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശൈലജ കുണ്ട്ര പോലീസിൽ പരാതി നൽകിയത്. എന്തായാലും ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഭജികയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാതാവ് കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ടോം ഇന്ന് നടത്തിയത് മാധ്യമങ്ങളുടെ മുന്നിൽ. മകളുടെ ഭർത്താവായ നിതീഷിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് മകൾക്ക് അറിയാമായിരുന്നുവെങ്കിലും അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നുവെന്നും അമ്മ പറയുന്നുണ്ട്. തന്റെ മകൾ നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളാണെന്നും അമ്മ പറയുന്നു. നിറത്തിന്റെ പേരിൽ മകളെ വിരൂപയാക്കാൻ സഹോദരി ഇടപെട്ടു എന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. പീഡനങ്ങൾക്കൊടുവിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് അമ്മ മൊഴി നൽകിയിരിക്കുന്നത്. വിഭജിക നേരിട്ട പീഡനങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും ആത്മഹത്യാക്കുറിപ്പും അമ്മ പരാതിയോടൊപ്പം തന്നെ പോലീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. തുടർ അന്വേഷണത്തിനായി വിദേശകാര്യ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം മാതാവ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഭജികയുടെ മകളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചാൽ റീപോസ്റ്റ്മോർട്ടം അടക്കം വേണമെന്നാണ് അമ്മ ആവശ്യപ്പെടുന്നത്. കേസ് CBIക്ക് കൈമാറണമെന്നും അമ്മയുടെ പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കില്ല എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഗൾഫ് മാധ്യമങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. നിതീഷിന്റെ ഭാഗത്തു നിന്നും ഇത്തരം തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടോം, കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് വിഭജികയും മകൾ വൈദ്യയെയും ഷാർജയിലുള്ള ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടോം, വിനീഷ്, ഇവിടെ ഷാർജയിൽ നടന്നൊരു സംഭവമാണ്. കേരള പോലീസിന് അതിനകത്ത്
ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കാൻ സാധിക്കുമോ? ഗാർഹിക പീഡനത്തിന് കേസെടുക്കാം, കാരണം അത് കേരളത്തിൽ വെച്ചും ഇതേ രീതിയിൽ ഗാർഹിക പീഡനം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. മറ്റ് നിയമ സാധ്യതകൾ എങ്ങനെയാണ്? ഈ ഷാർജയിലുണ്ടായ സംഭവമായതുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ് നിലനിൽക്കുമോ? ടോം, കൊല്ലം സ്വദേശിയായ അഭിഭാഷകനാണ് ഇവരുടെ കേസ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും മൃതശരീരം നാട്ടിലെത്തിച്ചാൽ പോസ്റ്റ്മോർട്ടം എന്തായാലും വേണ്ടിവരും. ബന്ധുക്കളടക്കം അത് ആവശ്യപ്പെടുന്നുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും കേസുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. മാതാവ് ഇപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ നിലവിളിച്ച് കരയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിതീഷിനെ വെറുതെ വിടരുത്, നിതീഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ ആർഭാടപരമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടത്തിയത്. സ്വത്തിന്റെ പേരിൽ, അതായത് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലാണ് ഇത്തരത്തിൽ കൊടിയ പീഡനം ഏൽക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ നിറത്തിന്റെ പേരിലും ഈ പെൺകുട്ടി വലിയ രീതിയിലുള്ള പീഡനം ഏൽക്കേണ്ടി വന്നു എന്നും പറയുന്നുണ്ട്. ഇവരുടെ സഹോദരി, അതായത് നിതീഷിന്റെ സഹോദരിയാണ് ഇവരെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അവരുടെ മുടി മുറിക്കുന്ന തരത്തിലേക്ക് എത്തി വിരൂപയാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ടോം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതശരീരം നാട്ടിലേക്ക് എത്തിയതിനു ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുക. കേട്ടോ, വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കുണ്ട്ര പോലീസാണ് സംഭവത്തിൽ വിഭജിക്കയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനും സഹോദരിക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്.